സ്പെഷ്യൽ ആലുപൂരിയാണ് കേട്ടോ. അപ്പോൾ അതിനായിട്ട് 2 ഉരുളക്കിഴങ്ങ് എടുത്ത് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി കുക്കറിലിട്ട് 2 ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ട് ഫുൾ ഫ്ലെയിമിൽ വയ്ക്കുക. ഒരു വിസിൽ വരുമ്പോൾ സിമ്മിൽ വയ്ക്കുക. സിമ്മിലിട്ടിട്ട് 7 മിനിറ്റ് കഴിയുമ്പോൾ ഓഫ് ചെയ്തിട്ട് അതിൻ്റെ പ്രഷറൊക്കെ പോയി കഴിഞ്ഞ് തുറന്ന് കഴിയുമ്പോൾ നമ്മുടെ ഉരുളക്കിഴങ്ങ് നന്നായിട്ട് വെന്തിട്ടുണ്ടാവും. ഇനി അത് വെള്ളത്തിൽ നിന്ന് മാറ്റി തണുക്കാൻ വയ്ക്കുക. തണുത്ത് കഴിഞ്ഞിട്ട് നമുക്ക് തൊലി നന്നായിട്ട് കളഞ്ഞെടുക്കാൻ പറ്റുന്നുണ്ട്. അപ്പോൾ ഒന്നും ഒട്ടിപ്പിടിക്കാണ്ടും പൊട്ടിപ്പോവാണ്ടൊക്കെ നമുക്ക് പെർഫെക്റ്റായിട്ട് തൊലി കളയാനായിട്ട് ഇതുപോലെ പുഴുങ്ങിയെടുത്താൽ മതി. ഇനി നമുക്ക് 2 കപ്പ് ആട്ട വേണം. അതിലേക്ക് നമ്മൾ ഈ പുഴുങ്ങി വെച്ച ഉരുളക്കിഴങ്ങ് നന്നായിട്ട് ഉടച്ച് ചേർക്കുക. അപ്പോൾ അതിനെ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്തിട്ടാൽ അധികം കട്ടകളും തരിയൊന്നും ഇല്ലാണ്ട് നമുക്ക് വേഗം കുഴയ്ക്കാൻ പറ്റും. അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ എങ്ങനെ വേണമെങ്കിലും ഉടച്ച് ചേർത്താൽ മതി. പിന്നെ 2 ടേബിൾ സ്പൂൺ റവ ചേർത്തു. പിന്നെ 1 പച്ചമുളക്, പിന്നെ കുറച്ച് മല്ലിയില, 1 ടീസ്പൂൺ മുളക് പൊടി, ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, പിന്നെ ഒരു 1/2 ടീസ്പൂൺ നല്ല ജീരകം, പിന്നെ ആവശ്യത്തിനുള്ള ഉപ്പ്. 1/2 ടീസ്പൂൺ ഉപ്പ് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. പിന്നെ നോക്കിയിട്ടിടാം. പിന്നെ കുറച്ച് കായത്തിൻ്റെ പൊടി. എല്ലാം കൂടെ വെള്ളമൊന്നും ഒഴിക്കാണ്ട് ഈ ഉരുളക്കിഴങ്ങിൻ്റെ നനവിൽ തന്നെ ഒന്ന് കുഴച്ചെടുക്കാം. പൂരി ഉണ്ടാക്കുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടത് വെള്ളം കൂടാൻ പാടില്ല. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് ഇങ്ങനെ പരത്തി എണ്ണയിൽ ഇടാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ വെള്ളമൊന്നും ഒഴിക്കാണ്ട് അതിലാണ് കുഴച്ചെടുത്തത് കേട്ടോ. പിന്നെ അതെ 1 കുമ്പിൾ വെള്ളമാണ് ഇപ്പോൾ നമ്മൾ എടുത്തിട്ടുള്ളൂ കേട്ടോ. അതിട്ടിട്ട് നന്നായിട്ട് ആ വെള്ളത്തിൽ തന്നെ ഇങ്ങനെ കുഴച്ചെടുക്കാം. വെള്ളം ഒഴിക്കണം എന്നൊക്കെ നമുക്ക് തോന്നും, പക്ഷേ ഇത് പൂരിയാണേ, അതുകൊണ്ട് വെള്ളം കൂടാൻ പാടില്ല. കുറച്ചും കൂടെ വെള്ളം ഉണ്ടാക്കണ്ടില്ലേ, ഇങ്ങനെ കുടഞ്ഞു കൊടുക്കണം അത്ര വെള്ളം എടുത്തിട്ടുള്ളൂ കേട്ടോ. അപ്പോൾ ഇത്ര വെള്ളം നമ്മൾ ആകെ കൂടി ഈ മാവിലേക്ക് ഒഴിച്ചിട്ടുള്ളൂ. അപ്പോൾ ഇങ്ങനെ കുഴച്ച് വയ്ക്കുക. കുറച്ച് ഇങ്ങനെ ഡ്രൈ ആയ പോലെ തന്നെ ഇരിക്കണം, ലൂസായിട്ട് ഇരിക്കാൻ പാടില്ല. അപ്പോൾ നമുക്ക് കുഴയ്ക്കാനും എടുത്തിടാനും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും വെള്ളം കൂടിയിട്ടുണ്ടെങ്കിൽ. ഇതുപോലെ തന്നെ ഇരിക്കണം കേട്ടോ. അങ്ങനെ നന്നായിട്ട് ഒന്ന് കുഴച്ചെടുത്തു. 5-10 മിനിറ്റൊക്കെ എടുത്തു കേട്ടോ അത് കുഴച്ചെടുക്കാനായിട്ട്. പിന്നെ അതിലേക്ക് 2 ടേബിൾ സ്പൂൺ ഓയിൽ ഒഴിക്കുക. അപ്പോൾ വെളിച്ചെണ്ണ ഒഴിക്കുക, വേറെ ഏതോ ഓയിൽ വേണമെങ്കിലും ഒഴിക്കുക കേട്ടോ. വെളിച്ചെണ്ണ ഒഴിച്ചാലും കുഴപ്പമൊന്നുമില്ല. എന്നാലും കൂടുതൽ നല്ലത് സൺഫ്ലവർ ഓയിലോ റൈസ് ബ്രാൻ ഓയിലോ. ഇതിപ്പോൾ റൈസ് ബ്രാൻ ഓയിലാണ് ഒഴിച്ചത്. അപ്പോൾ എണ്ണ ഒഴിക്കുമ്പോൾ കുറച്ചും കൂടെ നമുക്ക് സ്മൂത്തായിട്ട് കുഴയ്ക്കാൻ പറ്റും കേട്ടോ. പിന്നെ എല്ലാതും കൂടി കുഴച്ച് നല്ല ഉരുട്ടി ഇവിടെ വയ്ക്കുക. വെള്ളത്തിൻ്റെ കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം കേട്ടോ. വെള്ളം കൂടിക്കഴിഞ്ഞാൽ നമുക്ക് നമ്മൾ ആഗ്രഹിച്ച പോലെ, നമ്മൾ വിചാരിച്ച പോലെ ഷേപ്പിലൊന്നും പരത്തിയെടുക്കാൻ പറ്റില്ല. ഇത് നന്നായിട്ട് കുഴച്ച് വന്നിട്ടുണ്ട്. ഇനി നമ്മളൊരു നനഞ്ഞ ടവല് അതിൻ്റെ മുകളിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കുക. അപ്പോൾ അത് മാവ് ഡ്രൈ ആവാണ്ടിരിക്കും. ഇനി ഒരു 10 മിനിറ്റ് മാത്രമേ ഇത് റെസ്റ്റ് ചെയ്യാൻ വെക്കാൻ പാടുള്ളൂ കേട്ടോ. കൂടുതൽ സമയം വെച്ചാൽ നല്ല സോഫ്റ്റ് ആവും. അപ്പോൾ നമുക്കിത് പൂരിയായിട്ടാണ് വേണ്ടത്, ചപ്പാത്തി അല്ലല്ലോ. അപ്പോൾ കൂടുതൽ സോഫ്റ്റ് ആയി കഴിഞ്ഞാൽ പരത്താനൊക്കെ ഭയങ്കര ബുദ്ധിമുട്ടാവും. അപ്പോൾ 10 മിനിറ്റ് വെച്ചാൽ മതി കേട്ടോ. അത് കഴിഞ്ഞിട്ട് നമ്മൾ കയ്യിൽ കുറച്ച് എണ്ണ പറ്റിയിട്ട് ഇങ്ങനെ നമുക്ക് എത്ര വലിപ്പമുള്ള പൂരിയാണ് വേണ്ടത് അത്ര വലിപ്പത്തിലുള്ള ബോൾസാക്കി എടുക്കാം. പിന്നെ ഇത് പരത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ ഒരേ കനത്തിൽ പരത്തിയെടുക്കുക. അപ്പോൾ വലിപ്പം നമ്മൾ ഏത് പാത്രത്തിലാണ്, ചെറിയ പാത്രത്തിലാണെങ്കിൽ ചെറിയ പൂരി ഉണ്ടാക്കുക, വലിയ പാത്രത്തിലാണ് പൂരി ഉണ്ടാക്കണമെന്ന് വെച്ചാൽ വലിപ്പം നമുക്ക് കൂട്ടിയിട്ട് പരത്തിയെടുക്കാം. അങ്ങനെ കേട്ടോ. അപ്പോൾ കുറച്ച് എണ്ണ തടവിയിട്ട് ഇങ്ങനെ ബോൾസാക്കി നമ്മൾ വെക്കുക. ഇതൊരു 20-24ഓളം പൂരി കിട്ടും കേട്ടോ നമുക്ക്. ഇതുകൊണ്ട് അത്ര ബോൾസ് കിട്ടിയിട്ടുണ്ട്. ഇനി അത് നമ്മൾ വീണ്ടും ആ നനഞ്ഞ തുണി അതിൻ്റെ മുകളിൽ തന്നെ ഇട്ട് കൊടുക്കുക. ഒരേ ബോൾസ് എടുത്ത് നമ്മൾ പരത്തി വെച്ചാൽ മതി. അപ്പോൾ കുറച്ച് പൊടി തൂവിയിട്ട് അധികം പ്രഷർ കൊടുക്കാണ്ട് പരത്തിയെടുക്കുക. കുറേ പൊടി ഇടണ്ട കേട്ടോ, കാരണം എണ്ണയിൽ കുറേ പൊടി വീണ് കരിഞ്ഞു പോകും പിന്നെ. അപ്പോൾ പതുക്കെ അധികം പ്രഷർ കൊടുക്കാണ്ട് ഒരേ കനത്തിൽ, എത്ര കനായാലും കുഴപ്പമില്ല, ഒരേ കനത്തിൽ ഇങ്ങനെ പരത്തുക. ചെറുതാക്കി പരത്തിയാൽ മതി, കൂടുതൽ വലുപ്പത്തിൽ പരത്തണ്ട. നമ്മൾ വീട്ടിലേക്കൊക്കെ ആകുമ്പോൾ അധികം വലുപ്പത്തിലുള്ള പൂരി ആവശ്യമില്ലല്ലോ. അപ്പോൾ ചെറിയത് പരത്തിയാൽ നമുക്ക് വേഗം പെട്ടെന്ന് എടുക്കാൻ പറ്റുമല്ലോ. അപ്പോൾ അങ്ങനെ ചെറിയ വലിപ്പത്തിൽ നമുക്ക് ഇഷ്ടമുള്ളത്ര വലിപ്പത്തിലാക്കാം കേട്ടോ. ഒരേ കനം ആയാൽ മതി എന്ന് മാത്രം. പൊടിയൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് തുടച്ചൊന്ന് കളഞ്ഞോളൂ കേട്ടോ കൈ കൊണ്ട്.
അങ്ങനെ ഇതേ ഇപ്പോൾ കുറേശ്ശെ ഇത് ആവശ്യമുള്ളവർക്ക് ഉണ്ടാക്കി കൊടുക്കാനാണ് ഇപ്പോൾ ഇവിടെ കേട്ടോ. എല്ലാം പരത്തി വെച്ചിട്ട് എണ്ണ ഒഴിക്കുക. ആദ്യം ഫുൾ ഫ്ലെയിമിൽ വെച്ചിട്ട് നല്ല ചൂടാവട്ടെ. നല്ല ചൂടായിട്ട് ഒരു ലേശം കുറച്ച് വെച്ചാൽ മതി കേട്ടോ. പിന്നെ നല്ല തിളച്ച് കഴിയുമ്പോൾ അത് കഴിഞ്ഞിട്ട് ഇങ്ങനെ അതിലിട്ടിട്ട് ഈ കോരി കൊണ്ട് ഒന്നിങ്ങനെ ചെറുതായിട്ടൊന്നിങ്ങനെ പ്രസ് ചെയ്ത് പിടിച്ചോളൂ കേട്ടോ. അധികം പ്രഷർ കൊടുത്തിട്ടല്ല, ആ മുങ്ങി കിടക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ പെട്ടെന്ന് ഇങ്ങനെ പൊന്തി വരില്ലേ, അപ്പോഴാണ് ഇങ്ങനെ നല്ല പഫി ആയിട്ടുള്ള പൂരി നമുക്ക് കിട്ടുക. നല്ല കുമ്മിള പോലെ ഇങ്ങനെ വരും. മനസ്സിലായില്ലേ? അപ്പോൾ ഫ്ലെയിം ഫുള്ളിനും മീഡിയത്തിനും ഇടയിലുള്ള ഫ്ലെയിമാണ് കേട്ടോ വയ്ക്കേണ്ടത്. തീ കുറച്ച് വെച്ചിട്ടുണ്ടെങ്കിൽ നമുക്ക് നല്ല ക്രിസ്പി ആയിട്ടുള്ളത് കിട്ടും. അപ്പോൾ കുറേ നേരം ഇങ്ങനെ കിടന്ന് നല്ല ക്രിസ്പി ആവും. അപ്പോൾ നമ്മളിത് നല്ല ഫ്ലെയിമിലാണ് വെച്ചിരിക്കുന്നത്. ഫുൾ ഫ്ലെയിമിൽ തന്നെ കുറച്ച് വെച്ചിട്ടുള്ളൂ കേട്ടോ. ആ ഫ്ലെയിം ശ്രദ്ധിക്കണം. അപ്പോൾ കണ്ടില്ലേ, ഇങ്ങനെ ഒന്ന് അമർത്തി ഇങ്ങനെ കുറച്ച് ചെറുതായിട്ടൊന്ന് പിടിക്കണം കേട്ടോ. അതാണ് ഇതിൻ്റെ ഒരു ടിപ്പാണത്. അപ്പോൾ ഇങ്ങനെ ഫുള്ളായിട്ട് ഇങ്ങനെ പൊന്തി വരും. അല്ലെങ്കിൽ നമുക്ക് ഫ്ലാറ്റ് പൂരിയാണ് കിട്ടുക. അത് കാണിച്ചു തരാം കേട്ടോ. അതുപോലത്തെ ഒരെണ്ണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇപ്പോൾ നോക്കിയോളൂ കേട്ടോ. ഇത് തുടക്കത്തിൽ ഉണ്ടാക്കിയതാണ് കേട്ടോ. അപ്പോൾ അത് നല്ല ചൂടായപ്പോൾ തന്നെ ഇട്ടു. പക്ഷെ നമ്മളധികം ആ കോരി കൊണ്ടൊന്നും അമർത്തി ഒന്നും പിടിച്ചില്ല. അങ്ങനെ കിടന്ന് പൊന്തി വന്നു. പക്ഷേ ഫുള്ളായിട്ട് പൊന്തിയില്ല. മനസ്സിലായില്ലേ? കണ്ടില്ലേ? അപ്പോൾ നമ്മൾ ഇങ്ങനെ ഉണ്ടാക്കുകയാണെങ്കിൽ ഇതുപോലെ ഇങ്ങനെ ഫ്ലാറ്റ് ആയിട്ടുള്ള പൂരി കിട്ടുള്ളൂ കേട്ടോ. ഇപ്പോൾ ഇത് ആലുപൂരി ആയതുകൊണ്ട് നല്ല സോഫ്റ്റ് ആയിട്ട് തന്നെ ഇരിക്കും. പക്ഷേ നമുക്കിങ്ങനെ നല്ല ഭംഗിയിൽ വരണ്ടേ. അപ്പോൾ ഇത് കുറേ നേരം കഴിഞ്ഞ കാരണം തണുത്തപ്പോഴാണ് കേട്ടോ ഇതൊക്കെ താന്നു പോയത്. നല്ല പഫി ആയിട്ട് ഇങ്ങനെ നിൽക്കുമായിരുന്നു. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ റെസിപ്പി ഒന്ന് ട്രൈ ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഇനി അടുത്തൊരു വീഡിയോയിൽ ഒരു സിമ്പിൾ റെസിപ്പി ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. ബൈ.